Good morning, students. At the university question, using double integration, evaluate the area enclosed by the lines x equal to 0, y equal to 0, x by a plus y by b is equal to 1. This is April 2018 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് QUESTION ചോദിച്ചതാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യണം. ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഏരിയ is equal to double integral dA. ഈ ഡി എ എന്നുള്ളത് നമുക്ക് ഡി വൈ ഡി എക്സ് കൊടുക്കാം, ഡി എക്സ് ഡി വൈ കൊടുക്കാം. ഞാൻ ഇവിടെ ഡി വൈ ഡി എക്സ് എടുക്കുന്നു. ഡബിൾ ഇന്റഗ്രൽ ഡി വൈ ഡി എക്സ്. ഇനി നമുക്ക് വൈയുടെയും എക്സിന്റെയും ലിമിറ്റുകൾ കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് എക്സ് ആക്സിസ്, എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്, രണ്ട് ആക്സിസ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിസ് ആണ്. y equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x ആക്സിസ് ആണ്. പിന്നെ നമുക്ക് x by a plus y by b is equal to 1. ഇത് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ a0, ഇവിടെ നമ്മൾ 0b മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ലൈനും ഈ രണ്ട് പോയിന്റിനും കൂടി വരച്ചാൽ മതി. അപ്പൊ നമുക്ക് ലൈൻ കിട്ടും. ഈ ലൈനെ പറയുന്ന നമ്മുടെ പേര് എന്താണ്? x by a plus y by b is equal to 1. ലൈൻ ലഭിച്ചു. അപ്പോൾ ഇതിലെ x ആക്സിൽ a0, y ആക്സിൽ 0b. ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനാണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇത് മൂന്നും കൂടി എൻക്ലോസ് ചെയ്ത് വരുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഏരിയ നമ്മൾ മാർക്ക് ചെയ്യാം. ഏരിയ ഇതാണ് നമ്മുടെ ഏരിയ. ഇനി ഇതിന്റെ റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡി വൈ ഡി എക്സിലും പ്രോബ്ലം ചെയ്യാം, ഡി എക്സ് ഡി വൈയിലും ചെയ്യാം. ഞാൻ ഡി വൈ ഡി എക്സിൽ ചെയ്യുന്നു. അപ്പൊ ഡി വൈ ഡി എക്സിൽ ചെയ്യുമ്പോൾ ഡി വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കണം. സ്ട്രിപ്പ് എങ്ങനെ വരയ്ക്കണം? പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലായിട്ട് സ്ട്രിപ്പ് വരയ്ക്കണം. നമ്മുടെ റീജിയൻ ഇതാണ് റീജിയൻ. ഈ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരച്ചു. ആ സ്ട്രിപ്പ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ എക്സ് ആക്സിലാണ്. ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അപ്പർ പോർഷൻ ടച്ച് ചെയ്യുന്ന ലൈനിലാണ്. ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. എക്സ് ആക്സിസിലെ വൈ എന്താണ്? y 0 ആണ്. y 0 ആണ്. ഇതിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ലൈനിന്റെ പേരെന്താണ്? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ വൈ ബൈ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 മൈനസ് എക്സ് ബൈ എ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും എ മൈനസ് എക്സ് ബൈ എ കിട്ടും. അപ്പൊ y സമയത്ത് കിട്ടുന്ന ബി ബൈ എ ഇൻറ്റു എ മൈനസ് എക്സ്. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ബി ബൈ എ ഇൻറ്റു എ മൈനസ് എക്സ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ബൈ എ ഇൻറ്റു എ മൈനസ് എക്സ്. ഈ എക്സിന്റെ ലിമിറ്റ് നമ്മുടെ ആക്സിസിലാണ് നോക്കേണ്ടത്. ഇത് പോയിന്റ് എന്താണ്? 0 0 ആണ്. ഈ ആക്സിൽ 0 മുതൽ a വരെ. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് a. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റും കിട്ടി, അപ്പർ ലിമിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇനി നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ 0 to a. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും. ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പർ ലിമിറ്റ് എന്താണ്? b by a into a minus x. ഇത് നോക്കാം. This is equal to integral 0 to a. ഇവിടെ y നമ്മൾ 1 ന്റെ y കിട്ടി. y യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? b by a into a minus x. ഇവിടെ dx ഉണ്ട്, dx. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 കിട്ടും. അപ്പൊ ഒറ്റ വാല്യൂ ഉള്ളൂ b by a into a minus x. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് നോക്കിയേ. b by a നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ 0 to a minus x. That is b by a into. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. a minus x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? a നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ax കിട്ടും. x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2 കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് a. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. b by a into x ന് a കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? a square മൈനസ് ഇവിടെ a square by 2. ഇവിടെ a into a. x ന് a കൊടുക്കുമ്പോൾ a into a square. ഇവിടെ x ന് a കൊടുക്കുമ്പോൾ a square by 2. That is b by a into 2a square minus a square by 2. എന്ന് പറഞ്ഞാൽ എന്താണ്?
b/a into a square by 2. ഒരു a ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ab/2. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ കിട്ടുന്നത്? നമുക്ക് ab/2 എന്നാണ് ഇതിന്റെ ഏരിയ കിട്ടുന്നത്. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഏരിയയുടെ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് ഏരിയയുടെ ഫോർമുല? ഡബിൾ ഇന്റഗ്രൽ ഡി എ. അതാണ് ഡബിൾ ഇന്റഗ്രൽ ഡി എ. ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോ 1ന് 2 പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏരിയ. ഡബിൾ ഇന്റഗ്രൽ ഡി എ. അത് ഓർത്തിരിക്കുക. ഈ ഡി എ എന്നുള്ളത് നമുക്ക് ഡി വൈ ഡി എക്സ് എന്ന് കൊടുക്കാം, ഡി എക്സ് ഡി വൈ എന്ന് കൊടുക്കാം. രണ്ടെടുത്താലും ശരിയാണ്. ഞാൻ ഈ പ്രോബ്ലത്തിൽ ഡി വൈ ഡി എക്സ് എന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഡി വൈ ഡി എക്സ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ച് ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് നമ്മുടെ റീജിയൻ കിട്ടി. ആ റീജിയൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡി വൈ ഡി എക്സിൽ ചെയ്തുകൊണ്ട് ഡി വൈയുടെ ലിമിറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. നമ്മുടെ റീജിയനിൽ, നമ്മുടെ ഷെയ്ഡർ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കണം. ആ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. ആ സ്ട്രിപ്പ് ഈ റീജിയന്റെ താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. എക്സ് ആക്സിസിൽ ആയതുകൊണ്ട് നമ്മൾ ലോവർ ലിമിറ്റ് വൈഡ് എന്ത് എഴുതി? 0 എന്ന് എഴുതി. അത് മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ലൈൻ x/a + y/b = 1 എന്ന ലൈനിലാണ്. അപ്പൊ അതിൽ നിന്ന് y എന്താണ്? b/a × a - x ആണ്. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റും കിട്ടി, അപ്പർ ലിമിറ്റും കിട്ടി. ഇനി എന്ത് കിട്ടണം? എക്സിന്റെ ലോവർ ലിമിറ്റും കിട്ടണം, അപ്പർ ലിമിറ്റും കിട്ടണം. എക്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടാനായിട്ട് നമ്മൾ ആക്സിസ് നോക്കാം. നമ്മുടെ ആക്സിൽ എക്സ് വേരിയസ് ഫ്രം 0 to a. എക്സ് 0ൽ നിന്ന് എയിലേക്കാണ് വേരി ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് എന്താണ്? എക്സ് ആണ്. അപ്പർ ലിമിറ്റ് എ ആണ്. ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് എയും. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് 0 എഴുതി, അപ്പർ ലിമിറ്റ് എ എഴുതി. അതിനുശേഷം ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ y കിട്ടി. വൈക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ലിമിറ്റുകൾ 0 to a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ വിൽ ബി ab/2 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്. ഇത് ഏപ്രിൽ 2018 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്ട്രീം സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.